നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും അറബി ജ്യോതിഷത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഈ സാധാരണ രീതിയിൽ വശീകരണം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഈ വശീകരണം ചെയ്യുമ്പോൾ അത് താൽക്കാലികമായ ഒരു പ്രതിഭാസമാണ്. സാധാരണ രീതിയിൽ നമ്മളോട് അകന്നു പോകുന്നവരെ അടുപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന വശീകരണ കർമ്മം പറഞ്ഞത്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അസ്ഥിക്ക് പിടിക്കുന്ന വശീകരണത്തെ കുറിച്ചാണ്. നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട്. അതായത് ജാതി മത വ്യത്യാസം ഇല്ലാതെ ചില ചെറുക്കനും പെണ്ണും പ്രേമിച്ചു. ഈ പ്രേമത്തിന് എന്ന് പറഞ്ഞാൽ കണ്ണും മൂക്കൊന്നും ഇല്ല, എത്ര വയസ്സോ ഇതൊന്നും അവരുടെ വയസ്സിന്റെ വ്യത്യാസമൊന്നും നോക്കൂല. അങ്ങനെ എന്ത് ചെയ്യും, ഇവർ പ്രേമിച്ചു, എന്നിട്ട് കോടതിയിൽ ഹാജരാക്കും. ലാസ്റ്റ് പോലീസ് പിടിച്ചിട്ട് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ചോദ്യം, എനിക്ക് ആര് കൊടുത്തില്ല പോകേണ്ടത്, അപ്പൊ അവന്റെ കൂടെ പോകണം എന്ന് പറയും. ആ ഘട്ടത്തിൽ നമ്മൾ പറയാറുണ്ട്, ആ പെണ്ണിന് പ്രേമം അസ്ഥിക്ക് പിടിച്ചതാണ്. അല്ലെ ചില ചെറുക്കന്മാര് പിന്നെ പെണ്ണിനോടുള്ള പ്രേമം അസ്ഥിക്ക് പിടിച്ച് എല്ലിന് പിടിച്ചു പോയി എന്നൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഈ വശ്യം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെ ഉദ്ദേശിച്ചാണോ നമ്മൾ ഇത് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ സ്ത്രീ വശ്യാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പുരുഷൻ, അത് ഇത്രവന്റെ പ്രായോ ഇതൊന്നും വ്യത്യാസമല്ല, പെണ്ണിന്റെ പ്രായമൊന്നും പരിഗണിക്കുന്നില്ല, ആ പെണ്ണിനെ നോക്കി കിട്ടണം, അതിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന വശ്യം. ഈ വശ്യം ചെയ്താൽ അതിന്റെ റിസൾട്ട് പറഞ്ഞതാണ്. ആ പെണ്ണിന് ജീവിതത്തിൽ ഇവനെ ഇട്ടെറിഞ്ഞ് പോകാൻ കഴിയൂല. മാത്രല്ല, ലോകത്തിലെ എല്ലാത്തിനേക്കാളും സുന്ദരനും എല്ലാത്തിനേക്കാളും അറിവുള്ളവനും എല്ലാത്തിനേക്കാളും കഴിവുള്ളവനും എല്ലാമായിട്ട് ഇവള് കാണുക ഈ വശീകരണം ചെയ്ത പുരുഷനെയാണ്. മനസ്സിലായില്ല? അപ്പൊ അവളെ മുന്നിൽ നിന്നെങ്ങാനും ഇവന്റെ കുറ്റം ആരെങ്കിലും പറഞ്ഞാല് അപ്പോൾ അയാൾക്ക് നേരെ മേക്കിട്ട് കയറാൻ ചെല്ലും. എന്റെ ഭർത്താവിന് എന്ത് ഇതുണ്ടെങ്കിൽ ഞാൻ സഹിച്ചു, എനിക്കെന്താടിയും ചോദിച്ചിട്ട് മേക്കിട്ടെടുക്കാൻ പോകും. അവനെ പറ്റി എന്ത് കുറ്റം ആര് പറയും നോക്ക് സഹിക്കാൻ കഴിയൂല. എപ്പോഴും അവനെ കണ്ടുകൊണ്ടേയിരിക്കാനുള്ള ഒരു ആസക്തിയാണ് ഈ വശീകരണത്തിനിരയായ പെണ്ണിനുണ്ടാവുക. എപ്പോ അവനെ കണ്ടുകൊണ്ടേയിരിക്കണം. ഓൻ വിദേശത്തേക്ക് പോകാനും ചെയ്ത ഇവക്ക് ഭ്രാന്താവും, ഇവിടെ കയറി പൊട്ടിക്കും. അതേപോലെ തന്നെയാണ് ഇതൊരു പുരുഷനെ ഉദ്ദേശിച്ച് ചെയ്താൽ ആ പുരുഷന്റെ കാര്യവും. പുരുഷനെ ഉദ്ദേശിച്ചിട്ടാകുമ്പോൾ പെണ്ണാണെല്ലാം ചെയ്യുക. അപ്പൊ എന്താവും, ഈ ഒരു പെണ്ണ് ഒരു പുരുഷനെ ഉദ്ദേശിച്ചിട്ട് ചെയ്താൽ ആ പുരുഷന്റെ കാഴ്ചപ്പാടിൽ ലോകത്തുള്ള പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയും ഏറ്റവും മനോഹരിയും ഏറ്റവും നല്ല സംസാരിക്കുന്നവളും എല്ലാം കൊണ്ടും ഏറ്റവും നല്ലവള് ഈ പെണ്ണാണ് എന്ന ധാരണയിൽ അയാൾ എത്തും. അത് മാത്രല്ല, ഈ പെണ്ണിനെ പറ്റിയിട്ട് വല്ല കുറ്റുവാരും പറയുന്ന കേട്ടാൽ അയാൾ അന്നേരം കത്തിയെടുത്തിട്ട് വെട്ടും. അത്രയും തീവ്രമായ സ്നേഹമാണ് അയാൾക്ക് ഉണ്ടാവുക. അത് മാത്രമല്ല, അയാൾക്ക് ഇവളെ ഒരു നിമിഷം പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ചിന്താഗതി ഉണ്ടാവും. ഒരുതരം മാനസിക വിഭ്രാന്തിക്ക് അടിമപ്പെടുത്താൻ സത്യത്തിൽ അതുകൊണ്ട് ചെയ്യുന്നത്. ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത പണിയാണ്. പക്ഷെ ഞാൻ ഇത്തരം വീഡിയോയിലൂടെ ഈ കാര്യം പറയുന്നത് കൊണ്ട് ഒരുപാട് ജ്യോതിഷ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ എന്നെ വിളിച്ചിട്ട് വല്ലാണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. നിങ്ങളിങ്ങനെയുള്ള രഹസ്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാല് അത് ആളുകൾ ദുരുപയോഗം ചെയ്യൂലേ, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് എവിടുന്നാ പഠിച്ചതെന്നൊക്കെയാണ് എന്നോട് പലരും ചോദിക്കുന്നത്. പക്ഷെ എന്റെ കാഴ്ചപ്പാടില് അറിവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുറന്നു വെക്കപ്പെട്ടതാണ്. നമ്മള് ഈ വിവരാവകാശത്തിന്റെ ലോകത്താണല്ലോ, ഇൻഫർമേഷൻ ടെക്നോളജിന്റെ ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതിനാണല്ലോ യൂട്യൂബും വാട്സാപ്പും ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന IT എല്ലാരും ഉപയോഗിക്കട്ടെ.
ഒരു സംശയവും വേണ്ട. മാത്രമല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? ഈ പറഞ്ഞ വലിയ വലിയ നേർക്കുന്നേരുള്ള ആളുകളുണ്ട് കേട്ടോ, ഞാൻ ഇല്ലാന്ന് നിഷേധിക്കുന്നൊന്നുമില്ല. അവരെക്കാൾ ഉപരി ഫ്രോഡുകളുടെ കഞ്ഞി കൂടി മുട്ടും. എങ്ങനെ? ആരും ഈ തരികിടിയും കൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് പോവില്ല. കാരണം ഇത് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. ഇതിന് പ്രത്യേക റിസ്ക് ഒന്നുമില്ല. എല്ലാവർക്കും നമ്മൾ ഉദ്ദേശിച്ച സ്നേഹം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് വലിയ സങ്കടം ഉണ്ടാക്കും, മനപ്രയാസത്തിനും വേദനയ്ക്കും കാരണമാവും. അത് മാറിക്കിട്ടി നമ്മളെ ഭർത്താവ് നമ്മളെ സ്വന്താവുക, നമ്മളെ ഭാര്യ നമ്മുടെ സ്വന്താവുക, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന പുരുഷൻ നമ്മളെ സ്വന്താവുക, നമ്മൾ സ്നേഹിക്കുന്ന സ്ത്രീ നമ്മളെ സ്വന്താവുക, ഇതൊക്കെ ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ലെന്നേ. അപ്പം അതിനു വേണ്ടിയാണ് ഈ കർമ്മങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകി വരുന്നത്. ഇനി നമുക്ക് ഈ അസ്ഥിക്ക് പിടിക്കുന്ന വശീകരണത്തിന്റെ ആവശ്യമുള്ള സാധനങ്ങളിലേക്ക് പോകാം. ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ബാബിലോണിയൻ രീതിയിലുള്ള ഒരു കർമ്മമാണ് ഞാനിവിടെ നിർദ്ദേശിക്കുന്നത്. അതിന് വേണ്ടത് ഒന്നാമത് ഫൈറൂസാദ് ബൂനി എന്ന് പറയുന്ന ഒരു ദ്രവ്യമുണ്ട്. അത് അറബി പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഫൈറൂസാദ് ബൂനി ഒന്നതാണ് വേണ്ടത്. അത് നാം വശീകരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അവരുടെ വയസ്സ് എത്രയാണോ അതിന്റെ നേരെ ഇരട്ടിയാണ് അതിന്റെ ഗ്രാമിന്റെ കണക്ക്. അതായത് നാം ഒരു 30 വയസ്സിന്റെ പെണ്ണിനെ വശീകരിക്കാനാണെങ്കിൽ 60 ഗ്രാം ഫൈറൂസാദ് ബൂനി വേണം. അതേപോലെ തന്നെ കുങ്കുമപ്പൂവും വേണം, സഫ്രോൺ. സഫ്രോൺ വരുന്ന ഈ പറഞ്ഞ പോലെ അതേ ഈക്വൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 വയസ്സിലെ ഇതാണ് 30-ന് 60 ഗ്രാം. പിന്നെ തിബുൽ കുലൂബ് എന്ന് പറയുന്ന സാധനം, തിബുൽ കുലൂബ്, അതും വേണം 60 ഗ്രാം. ഈ തിബുൽ കുലൂബ് ഫൈറൂസാദ് ബൂനി എന്നെല്ലാം പറയുന്ന ഈ അറബി പൂജാ സാധനങ്ങൾക്ക് വലിയ വിലയൊന്നുമില്ല, ചെറിയ പൈസയുള്ളൂ. പക്ഷെ ഈ ആകെ സഫ്രോണിനാണ് വില വരുള്ളൂ. പിന്നെ ഈ സാധനം വേണം. അതിന്റെ പുറമെ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ 6 വിരല് ഇൽഫത്തിന്റെ കളം വരച്ച തകിട്. ഇൽഫത്തിന്റെ കളം വരച്ച തകിടില് ഈ പെണ്ണിന്റെ പേരും, അല്ലെങ്കിൽ നമ്മൾ പെണ്ണിനാണെങ്കിൽ പെണ്ണിന്റെ കേട്ടോ, അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ പുരുഷന്റെ, അയാളുടെ പേര്, അയാളുടെ വയസ്സ്, അയാളുടെ ഉമ്മയുടെ പേര് എന്നിവ എഴുതി ഇൽഫത്തിന്റെ കളം വരച്ച തകിട്. 4 വിരൽ ചെമ്പ് തകിട് മേടിച്ചിട്ട് ഏതെങ്കിലും അറബി അറിയാവുന്ന ആരെങ്കിലും കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇൽഫത്തിന്റെ കളം വരച്ചു തരും. ഇത് ചെയ്ത ശേഷം ഈ തകിട് വേണം. പിന്നെ വേണ്ടത് ഒരു മൺകല, മണ്ണിന്റെ കലം. പിന്നെ വേണ്ടത് ഒരു ചുവപ്പ് തുണി. പിന്നെ ഇത്തിരി സാധനങ്ങളാണ് നമുക്ക് ഇത് വേണ്ടത്. അപ്പൊ ഇനി ഇത് ചെയ്യുന്ന രീതി പറഞ്ഞുതരാം. പിന്നെ ആദ്യം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് തൊട്ടതിനും പിടിച്ചതിനും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. അമാവാസിയുടെ രാവുകളിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കണം. രാത്രിയുടെ 2 യാമത്തിലൊക്കെ ആയിട്ട്, എന്നുവെച്ചാൽ പൂർണ്ണമായിട്ട് കുറ്റാക്കുരിയിട്ടുള്ള രാത്രിയിലേ ചെയ്യാവുള്ളൂ എന്നർത്ഥം. ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. തകിട് കലത്തില് നിവർത്തി വെക്കുക. നിവർത്തി വെച്ച ശേഷം നേരത്തെ പറഞ്ഞ സാധനങ്ങൾ, അതായത് ഈ കുങ്കുമപ്പൂവ്, പിന്നെ അതുപോലെ തന്നെ ഫൈറൂസാദ് ബൂനി, തിബുൽ കുലൂബ്, ഈ സാധനങ്ങൾ തകിടിന്റെ മുകളിലൂടി എന്ത് ചെയ്യുക, വെതറിയിടുക. അതിന്റെ ശേഷം ഈ ഉദ്ദേശിക്കുന്ന ആളുമായിട്ട് ശാരീരിക ബന്ധത്തിലാണെന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ കലം കെട്ടിപ്പിടിച്ച് അതിലേക്ക് തന്നെ, തകിടിലേക്ക് തന്നെ നോക്കി ഒരു 10-15 മിനിറ്റ് നിൽക്കണം. അതിന്റെ ശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യാ,
ഏതെങ്കിലും മന്ത്രം ചെല്ലലൊന്നും പ്രത്യേകമായിട്ട് നിഷ്കർഷമൊന്നും ഇത് പറയുന്നില്ല. ഗ്ലാസ് വെള്ളത്തിൽ ഊതി ആ വെള്ളം കൊണ്ട് ഈ തകിടിലേക്ക് നമ്മുടെ തല കഴുകുക. തല കഴുകിയിട്ട് വെള്ളം എടുത്ത ശേഷം തല കഴുകിയതിലേക്ക് കുറച്ച് വെള്ളം കൊണ്ടാണ് കഴുകാവുള്ളൂ. പിന്നെ നമ്മുടെ കാലിൽ നിന്ന് 3 നഖം, തലയിൽ നിന്ന് 3 മുടി, അതും അതിലേക്ക് വെട്ടിയിടണം. പിന്നെ വീടിന്റെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ചവിട്ടിയെടുത്തുനിന്ന് ഒരു പിടി മണ്ണും ഇതിൽ കൊണ്ടുപോയിടണം. ഇതിന്റെ സങ്കല്പം എന്താന്ന് വെച്ചാൽ നമ്മൾ തല മുതൽ കാലടി വരെയും അയാളെ വശീകരിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതും കൊണ്ടുപോയിട്ട് അങ്ങനെ എന്ത് ചെയ്യാം, കലം നന്നായി കെട്ടണം. എന്തെങ്കിലും തുണിയോ മറ്റോ കൊണ്ട് കെട്ടണം. എന്നിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ അങ്ങനെ കവറിലാക്കിയിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടുപോയിടുക, അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിടുക. കാരണം പഞ്ചഭൂതങ്ങളിൽപ്പെട്ട ഭൂമിക്കോ വെള്ളത്തിനോ അവകാശപ്പെട്ടതാണ് ഈ വിഷത്തിന്റെ ചുമതല. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? പക്ഷെ ഇതങ്ങ് ചെയ്ത് പൂർത്തിയാൽ ഇതിന്റെ റിസൾട്ട് വരുവാന്ന് വെച്ചാൽ എടുപിടി ഇന്ന് ചെയ്താൽ നാളത്തേക്ക് റിസൾട്ട് ഒന്നും വരില്ല കേട്ടോ. അനുഭവസ്ഥര് പറഞ്ഞൊക്കെ 21 ദിവസം കൊണ്ടാണ് ഇതിന്റെ റിസൾട്ട് എന്നാണ്. 21 ദിവസം കൊണ്ടെന്ന് വെച്ചാൽ 3 ആഴ്ച കൊണ്ടാണ് ഇതിന്റെ റിസൾട്ട്. അസ്ഥിക്ക് പിടിച്ച പ്രേമായിരിക്കും, വിട്ട് പിരിയൂല ഒരിക്കലും. വേണ്ടവർക്ക് പരീക്ഷിച്ച് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇത് പിന്നെ ഇതിന്റെ സംശയങ്ങൾ ചോദിക്കാനും അതിനൊന്നും വേണ്ടിയിട്ട് വല്ലാതെ വിളിച്ചിട്ട് ശല്യപ്പെടുത്തരുത്. അത് പ്രത്യേകം ആവശ്യപ്പെടുകയാണ് ഞാൻ. എന്തെങ്കിലും ഇതേക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ചെയ്തു. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.